അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല പകൽക്കാലത്തിനായി ഞാൻ കർത്താവിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര പേര് സന്തോഷമായിട്ടിരിക്കുന്നു? സ്തോത്രം. ഹല്ലേലൂയ. വളരെ പ്രത്യാശാ നിർഭരരായി ഭക്തി പുരസരം നാം ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഭക്തി നമ്മളെ വിവേചിച്ചറിയുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ഇന്നിവിടെ ഇരുന്നപ്പോഴിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ ജോലി സ്ഥലത്തൊക്കെ ജോലിക്ക് പോകുന്ന പ്രിയപ്പെട്ടവർ, അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്കൊരു ലോഗിൻ ടൈം എന്ന് പറയുന്ന ഒരു ടൈമുണ്ട്. സോ ഫോർ ദ സേക്ക് ഓഫ് ദ സാലറി ദേ ഹാവ് ടു ബി ദർ ഓൾ ത്രൂ ദ ലോഗിൻ ടൈം. നമ്മളതുപോലെയല്ല. ശമ്പളം കിട്ടണമെങ്കിൽ ഈ ലോഗിൻ ടൈമിൽ അവിടെ ഇരുന്നാലേ പറ്റത്തുള്ളൂ. നമ്മുടെ വരവ് അങ്ങനെ ആകരുത്. യു ഷുഡ് നോട്ട് ബി ലുക്കിംഗ് ഫോർ സം സാലറി ആൻഡ് കമ്മിങ് ഇൻ ടു ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കണക്കുകൂട്ടലിൽ നിന്നാകരുത് നമ്മുടെ ആരാധനയ്ക്കുള്ള വരവുകൾ. ഞാൻ ഇത്ര സമയം ഇരുന്നു, ഞാൻ ഇത്ര സമയം വന്നായിരുന്നു എന്നുള്ള കണക്കുകൂട്ടലുകളൊന്നും ദൈവസന്നിധി വിലപ്പോകത്തില്ല. മറിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരുത്തനുണ്ട്. നിൻ്റെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹൃദയം എന്ത് ചെയ്തു? സന്തോഷിച്ചു. പ്രിയമുള്ളവരെ, ദൈവ ആലയത്തിലേക്ക് കടന്നു വരുന്നു, എനിക്കിന്ന് കടന്നു പോകാനാണെന്നുള്ളത് നമ്മുടെ സന്തോഷത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറണം. ഇഫ് യു ഹാവ് ലോസ്റ്റ് ദാറ്റ് ജോയ് ഓഫ് ബീയിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ലോർഡ്, യു നീഡ് ടു റിയലി തിങ്ക് വേർ യു ഹാവ് ഫോളൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വരുന്നതിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് വീണിരിക്കുന്നു എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് വളരെ വളരെ അനിവാര്യമാണ്. ദിസ് ഈസ് എ മാറ്റർ ഓഫ് ഡെത്ത് ആൻഡ് ലൈഫ്. ഇത് ഒരു മരണക്കളിയാണ്. ഇതൊരു തമാശക്കളിയല്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ വളരെ വളരെ ഭക്തി പുരസരം ദൈവസന്നിധിയിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തരണം. സ്തോത്രം. നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നതിന് മുമ്പിൽ നമുക്ക് അവനോടുള്ള സ്നേഹം ആഴമായി അവന് തിരിച്ചറിയാൻ കഴിയണം. He should be able to recognize, he should be able to acknowledge, he should be able to declare that he is a faithful man of God. She is a faithful woman of God. ദൈവം പറയണം, അവൻ എൻ്റെ ഒരു വിശ്വസ്ത മകനാണ്. ദൈവം പറയണം, അവൾ എൻ്റെ ഒരു വിശ്വസ്ത മകളാണ് എന്ന്. നമുക്ക് കർത്താവിനോട് ധൈര്യമുണ്ടോ? Do we have that courage with God? Hallelujah. ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ ശോധന ചെയ്യാം. ഒന്ന്, നമ്മെ വിചിന്തനം ചെയ്യാം. കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുണ്ട്. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഇതിൽ നിന്ന് നാം ഭക്ഷിക്കുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. ഒരുത്തൻ തൻ്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ എന്ന് പറയുന്നു. ശ്രദ്ധിക്കണം, ഒരുത്തൻ തൻ്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. രണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഇത് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഒരു ഭയത്തിൻ്റെ ശുശ്രൂഷയല്ല, പക്ഷേ ഇതിനകത്ത് ഭയം എന്നുള്ളൊരു പാട്ടുണ്ടായിരിക്കണം. എന്തും ചെയ്ത് എങ്ങനെയും വന്നെടുക്കാമെന്നുള്ള ഒരു ചിന്താഗതിയിൽ നമ്മളാരും ഇതിനകത്ത് പ്രവേശിക്കരുത്. കാരണം ഇത് താൻ തന്നെ തന്നെ തകർത്തതിൻ്റെ ഓർമ്മയാണ്. താൻ തന്നെ തന്നെ തകർത്തത് എന്തിനു വേണ്ടിയാണ്? ഒരു നീതിയുടെ നിർവഹണത്തിനു വേണ്ടിയാണ്. ടു ഫുൾഫിൽ ഓൾ ദ ലോ, എല്ലാ ന്യായപ്രമാണത്തിൻ്റെയും നിവൃത്തീകരണത്തിനു വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ അതിനവൻ കൊടുത്ത വില അതിഭയങ്കരമാണ്. അതിനവൻ കൊടുത്ത വാല്യൂ, വില എന്ന് പറയുമ്പോൾ പൈസയുടെ കണക്കല്ല പറയുന്നത്. വില എന്ന് പറയുന്ന അവൻ അതിനെ എത്ര വാല്യൂ ചെയ്തു എന്നുള്ളത്, അതിനെ എത്ര മതിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. If that is so precious in the eyes of the Lord, അത് ദൈവത്തിൻ്റെ കണ്ണുകളിൽ അത്രമാത്രം വിലമതിപ്പുള്ളതാണെങ്കിൽ, അത്രമാത്രം മതിപ്പേറിയതാണെങ്കിൽ, it should be the same in our eyes also. നമ്മുടെ കണ്ണുകളിലും അത് അതുപോലെ തന്നെ ആയിരിക്കണം. So do not take this so light. ഇത് ഒരിക്കലും വളരെ ലാഘവത്തോടു കൂടി എടുക്കുവാൻ ഇടയായി തീരരുത്. ദൈവത്തിന് സ്തോത്രം.
നമ്മുടെ ആത്മീയ ജീവിതം, ആർ കണക്ഷൻ വിത്ത് ഗോഡ്, നമുക്ക് ദൈവത്തോടുള്ളതായിരിക്കുന്ന ബന്ധം എപ്പോഴും നമ്മളൊന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും അതിനെ ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കണം. പൊന്ന് നോക്കുന്നത് പോലെ മുക്കുപണ്ടോ ആണോ പൊന്നാണോ എന്ന് എന്ത് ചെയ്യണം? ഉരച്ച് നോക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത്രയും പറഞ്ഞുകൊണ്ട് സങ്കീർത്തന ഭാഗത്തേക്ക് ഞാൻ ഓടിക്കടന്നു പോവുകയാണ്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് 28-ാമത്തെ സങ്കീർത്തനം. വളരെ ആഴതലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ അതേസമയം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ തൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി പ്രാപിച്ച ഒരു ഭക്തനെയും നമുക്ക് 28-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്തുണ്ട്? മറുപടിയുണ്ട്. None of your prayers will go in vain. നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും നിഷ്ഫലമായി ഫലം തരാതെ പോവുകയില്ല. എല്ലാ പ്രാർത്ഥനയ്ക്കും ഫലമുണ്ട്, അതിൻ്റെതായ മറുപടിയുണ്ട്, അതിൻ്റെതായ വിടുതലുണ്ട്. അത് ഭക്തൻ്റെ സാക്ഷ്യമാ, നമ്മുടെ സാക്ഷ്യമാ, ദൈവവചനം സാക്ഷീകരിക്കുന്നതാ. എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിനക്ക് എന്ത് ചെയ്യും? ഉത്തരം അരുളും. സ്തോത്രം. നിനക്കറിയാത്തതും നിനക്ക് അഗോചരവുമായുള്ള കാര്യങ്ങളെ, ഹല്ലേലൂയ. ചില കാര്യം നമുക്ക് അഗോചരമാ, ചില കാര്യങ്ങൾ നമുക്ക് അറിവില്ലാത്തതാ. സമ്മതിക്കണം, കർത്താവേ എനിക്ക് അറിവില്ല, ഇതെൻ്റെ ചിന്തകളിൽ ഒതുക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് ചിന്തിച്ചിട്ടും കണക്ക് കൂട്ടിയിട്ടും എത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും കർത്താവേ ഇതിൻ്റെ അന്തം എന്താണെന്ന് എനിക്കൊരു തിരിച്ചറിവ് ലഭിക്കുന്നില്ല. പക്ഷെ അങ്ങ് എന്നോട് പറയുന്നു, എന്നെ നോക്കി വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരമരുളുമെന്ന്. അതുകൊണ്ട് അവിടുത്തെ വാഗ്ദത്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം നിന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ വിളിച്ചപേക്ഷിക്കുക. പ്രിയ പൈതലേ, ഇന്ന് പകൽക്കാലം നാം അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ he has an answer for your prayer. നിന്റെ പ്രാർത്ഥനയ്ക്ക് അവന്റെ പക്കൽ മറുപടി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്നിട്ട് പറയുകയാ, എൻ്റെ പാറയായുള്ളോവേ നീ കേൾക്കാതിരിക്കരുത്. മൈ റോക്ക്. പാറയുടെ പ്രത്യേകത എന്താ? പാറയുടെ പ്രത്യേകത എന്താ? ചെറിയ പാറകളൊക്കെ കൂടത്തിനടിച്ച് പൊട്ടിക്കാമായിരിക്കും, പക്ഷെ എന്നാലും കൂടം കൊണ്ടേ അത് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. വലിയ പാറകളെ പൊട്ടിക്കാൻ ഇന്ന് കാലത്ത് വലിയ മെഷീനറീസൊക്കെ വന്നേക്കുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് അവർ തുരങ്കത്തിൻ്റെ പേര് കുതിരാൻ തുരങ്കവും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർത്തനക്കാരൻ എഴുതുന്ന കാലഘട്ടത്തിൽ പാറ എന്ന് പറഞ്ഞാൽ ഒന്നിനും തകർക്കാൻ കഴിയാത്ത, എത്ര വലിയ പ്രതിബന്ധങ്ങൾക്കും, അവരുടെ മുമ്പിൽ ഒരു മൗണ്ടൈൻ ഉണ്ടെങ്കിൽ, അവരുടെ മുമ്പിൽ ഒരു വലിയ മലയുണ്ടെങ്കിൽ, ഫോർ ദം ഇറ്റ്സ് ഫോർ എവർ. അതെല്ലാ കാലത്തേക്കും ഉള്ളത്. ഒരിക്കലും അതിനെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തകർക്കാൻ പറ്റത്തില്ല. കാരണം അന്ന് അതിനുള്ള മിഷനറീസ് ഇല്ല. അപ്പം അന്നത്തെ കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ സങ്കീർത്തനക്കാരൻ കർത്താവിൻ്റെ പാറയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? യു ആർ സംവൺ whom no one can move. ആർക്കും മാറ്റാൻ കഴിയാത്ത, ആർക്കും തകർക്കാൻ കഴിയാത്ത, ആർക്കും എതിരു നിന്ന് ജയിക്കാൻ കഴിയാത്ത പാറയാ കർത്താവേ അങ്ങ്. അങ്ങ് എൻ്റെ പാറയാ. എത്ര പേരിന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് പറയും, എൻ്റെ ദൈവമേ അങ്ങ് എൻ്റെ പാറയാ. ശത്രു എത്ര വലിയ അലകളെ കൊണ്ടുവന്നാലും, അവൻ എത്ര വലിയ ശക്തിയോടെ ആരവം കോരിയാലും അവന് ജയിക്കുവാൻ കഴിയാത്ത അളവിൽ അവൻ അങ്ങന്റെ പാറയാണ്. സ്തോത്രം. ആകയാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആകയാൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തോടാണെങ്കിൽ വിശ്വാസമുള്ളതായിരിക്കണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങി പോകുന്നവനെ പോലെ ആകാതിരിപ്പാൻ തന്നെ. നോക്കുക, ഇതൊരു തിരിച്ചറിവാണ്. ഇഫ് ഗോഡ് ഡസ് നോട്ട് വർക്ക്, നൺ ഓഫ് യുവർ വർക്ക് വിൽ ഗിവ് എ റിസൾട്ട്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിന്റെ ഒരു പ്രവർത്തിക്കും ഒരു ഫലവും കാണാൻ കഴിയത്തില്ല. ടെമ്പററി ആയിട്ട് നോക്കുമ്പം, താൽക്കാലികമായിട്ട് നോക്കുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ഫേവറബിൾ ആയിട്ട് നമുക്ക് സാധകമായി തീരുന്ന രീതികളിൽ വർക്ക് ചെയ്യുന്നത് പോലെ തോന്നും. ബട്ട് അൾട്ടിമേറ്റ്ലി നോക്കുമ്പോൾ, അതിൻ്റെ അവസാനത്തിലേക്ക് നോക്കുമ്പോൾ അത് മരണ വഴികളായി തീരും. അതുകൊണ്ട് നമ്മുടെ ഓരോ പാതകളും, നമ്മുടെ ഓരോ പാദങ്ങളും, നമ്മുടെ ഓരോ അടികളും ദൈവഹിതത്തിൽ തന്നെ വയ്ക്കുന്നു എന്നുള്ളൊരു നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം.
സ്തോത്രം. നമ്മൾ അവൻ്റെ ഹിതത്തിൽ വയ്ക്കുന്നെങ്കിൽ, അവൻ്റെ പദ്ധതികളിൽ നമ്മുടെ പാദങ്ങൾ എടുത്തു വയ്ക്കുന്നെങ്കിൽ നമ്മൾ വഴുതി പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. സ്തോത്രം. എത്ര വഴുവഴുപ്പേറിയ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് പോലെ നമുക്ക് തോന്നിയാലും അവൻ അതിൽ നിന്ന് നമ്മളെ ഉയർത്തി നല്ല പാറമേൽ, ഉറപ്പായ പാറമേൽ, തെന്നിപ്പോകാത്ത പാറമേൽ നിർത്തും. അതുകൊണ്ടല്ലേ പാട്ടിൽ നമ്മൾ പാടുന്നത്, കാലുകളേറെ കുറെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു, എൻ്റെ നിനാവുകൾ ദൈവം മാറ്റി എഴുതി. ആമേൻ. പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. ആമേൻ. എൻ്റെ നിനാവുകൾ ദൈവം മാറ്റി എഴുതി. ആമേൻ. പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ, 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 നമ്മുടെ യേശു ജീവിക്കുന്നു. പാടിയാല് പാടിക്കൊണ്ടേ പോകാനുള്ള നല്ലൊരു ഗാനമാ. സ്തോത്രം. നമ്മുടെ കാലുകൾ വഴുതിപ്പോയി, ഒരിക്കലും എനിക്കൊരു ഉയർച്ചയില്ല, ഒരിക്കലും എനിക്ക് പൊങ്ങി വരാൻ കഴിയത്തില്ല. നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മൾ തന്നെ വിധി എഴുതി, നമ്മൾ നമ്മുടെ വിധിയെ പഴിച്ചു, നമ്മൾ നമ്മുടെ കഴിവുകളെ വളരെ ചുരുങ്ങിയതായി കണ്ടു, നമ്മുടെ ഹോപ്പ് തീർന്ന്, നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നെന്ന് നമ്മൾ പലപ്പോഴും വിചാരിച്ചു. പക്ഷെ ദൈവം അതിനെല്ലാം മാറ്റി എഴുതിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനൊരു മെസ്സേജ് കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ചില എതിരുകൾ നിലനിൽക്കുന്നിടത്ത് തന്നെ അതിൻ്റെ മധ്യത്തിൽ നിന്ന് ഒരുവനെ നിനക്ക് സഹായമായി എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവ്. ശൗലിൻ്റെ കുടുംബം മുഴുവൻ ദാവീദിൻ്റെ എതിരായിട്ട് നിൽക്കുക. പക്ഷെ അതിനകത്തൊരു ജോനാഥാനെ ദൈവം ഈ ദാവീദിന് വേണ്ടി എഴുന്നേൽപ്പിച്ചു. അവിടുത്തെ നീക്കങ്ങളെല്ലാം വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞു കൊടുക്കാൻ, അവൻ്റെ സ്നേഹിതനായി നിൽക്കാൻ. സ്തോത്രം, സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വഴുതിപ്പോയി തീർന്നു നനയ്ക്കുന്ന അനുഭവങ്ങളിൽ നമുക്ക് വേണ്ടി പുതിയ കാര്യങ്ങളെ ചെയ്യുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലം അതോർപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 5-ാമത്തെ വാക്യം, അല്ലെങ്കിൽ സമയത്തിൽ പോകും, ഓരോ വാക്യങ്ങളും പറഞ്ഞു പോയാൽ. 5-ാമത്തെ വാക്യം, യഹോവയുടെ പ്രവർത്തികളെയും അവൻ്റെ കൈവേലയെയും അവർ വിവേചിക്കായിക കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. സ്തോത്രം. ഒരു വാണിംഗ് സൈനുള്ള, ഒരു ജാഗ്രതാ നിർദ്ദേശമുള്ള ഒരു വാക്യമാണ്. യഹോവയുടെ കൈവേലകളെ അവർ എന്ത് ചെയ്തില്ല? വിവേചിച്ചില്ല. യഹോവയുടെ പ്രവൃത്തികളെ അവരെന്ത് ചെയ്തില്ല? ശോധന ചെയ്ത് അതിനെ ഒന്നുകൂടെ പഠിക്കാൻ, അതിനെ ഒന്നുകൂടെ ഡിസേൺ ചെയ്യാൻ, അതിനെ ഒന്നും കൂടെ വിവേചിക്കാൻ അവർ ശ്രമിച്ചില്ല. സ്തോത്രം. ഇത് നമുക്ക് അവകാശമായി തീർന്നത്, ഇതിൽ പങ്കെടുക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതും അതുകൊണ്ടാണ്. ഓർക്കുന്നോ? അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, എനിക്കും നമുക്കും അവൻ്റെ മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ചില വിവേചനത്തിൻ്റെ പ്രശക് വരുമ്പോൾ അത് ചില തകർച്ചകളിലേക്ക് നടത്തപ്പെടും. സ്തോത്രം. അവർക്കത് തകർച്ചയായി തീർന്നു, നമുക്കത് അനുഗ്രഹമായി തീർന്നു. അത് മറ്റൊരു വശമാണ്. ഞാൻ ആ ഭാഗത്തേക്കല്ല ഇന്ന് കടന്നു പോകുന്നത്. പ്രിയമുള്ള ദൈവകുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിവേചിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാകണം. സ്തോത്രം. ദൈവം ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അത് ചെയ്യുന്നത് ദൈവത്തിന് നമ്മളോട് ചിലത് സംസാരിക്കാനുള്ളത് കൊണ്ടാണ്. ചിലത് നമുക്ക് വേദന ഉണ്ടാക്കുന്നതായിരിക്കും, ചിലത് നമുക്ക് അനുഗ്രഹമുള്ളതായിരിക്കും.
ദൈവം രണ്ടും ചെയ്യാറുണ്ട്. സ്തോത്രം. എപ്പോഴും അടിച്ചു മാത്രമല്ല കറക്റ്റ് ചെയ്യുന്നത്, ചില സമയത്ത് അധികം സ്നേഹം തന്ന് നമ്മളെ കറക്റ്റ് ചെയ്യും. സ്തോത്രം. പക്ഷെ ഇതിൻ്റെ ഇടയിൽ പലപ്പോഴും നമ്മൾ മിസ്ഗൈഡഡ് ആയി പോകുന്നു, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മുടെ തകർച്ചയ്ക്കൊരു കാരണമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിവേചിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. സ്തോത്രം. നമ്മുടെ കണ്ണുകളിലല്ല വിവേചിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ദൈവപ്രവൃത്തികളെ നമ്മുടെ കണ്ണുകളിലാണ് വിവേചിക്കുന്നത്. നല്ലൊരു കാര്യം നടന്നാൽ നമ്മൾ പറയുന്നു ഓക്കെ ഫൈൻ, ഗോഡ് ഈസ് വിത്ത് മീ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. നോ. നല്ലൊരു ഉദാഹരണമാണ് ബിലിയാമിൻ്റെ ഉദാഹരണം. സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബിലിയാം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. ബിലിയാം ദൈവത്തോട് ചോദിക്കും, കർത്താവേ ഞാൻ പൊക്കോട്ടെ? അപ്പോൾ കർത്താവ് പറയും പൊക്കോ, ഒറ്റ കാര്യം ചെയ്യാവുള്ളൂ. എന്ത് ചെയ്യണം? ആ ഭാഗം വായിച്ചോട്ടുള്ളവരെന്ന് പറഞ്ഞേ, ഓർക്കുന്നുണ്ടോ? എന്ത് ചെയ്യണം? ഞാൻ നിന്നോട് പറയുന്നത് മാത്രമേ നീ പറയാവൂ. അത്രേ കർത്താവ് പറയുന്നുള്ളൂ. ഞാൻ നിന്നോട് പറയുന്നത് മാത്രമേ നീ പറയാവുള്ളൂ. പക്ഷേ ഇത് ഇങ്ങനെ പെർമിഷൻ കൊടുത്തിട്ട് കർത്താവ് എന്ത് ചെയ്യാന്ന് അറിയാവോ? ബിലിയാം കഴുതപ്പുറത്ത് കയറി പോകുന്ന സമയത്ത് കർത്താവിൻ്റെ ദൂതൻ അവന് പ്രതിയോഗിയായിട്ട് വഴിയിൽ നിൽക്കുക. കഴുത കണ്ടു, ഇവൻ കണ്ടില്ല. കഴുതയെ 3 പ്രാവശ്യം അടിച്ചു. കഴുത ചോദിച്ചു, നീ എന്നാത്തിന് ഇങ്ങനെ എന്നെ അടിക്കുന്നേ? അപ്പം പറഞ്ഞു, നീ എൻ്റെ കാല് കൊണ്ട് ഈ ചതച്ചില്ലേ? കഴുത അങ്ങോട്ട് മാറിയപ്പോൾ ഇടുക്കുള്ള വഴിയായിരുന്നു, അവൻ്റെ കാല് ചതഞ്ഞു. നീ എൻ്റെ കാല് ചതച്ചില്ലേ? കഴുത ബിലിയാമിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യജമാനെ, ഞാൻ എത്ര കാലമായിട്ട് നിന്നെ സേവിക്കുന്നു, ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ നിലകളിൽ നിന്നോട് ഇടപെട്ടിട്ടുണ്ടോ? When there is a difference in my dealing, don't you see there is something? നിന്നോടുള്ള എൻ്റെ ഇടപാടുകളിൽ ചില വ്യത്യാസങ്ങൾ വരുമ്പോൾ നിനക്ക് മനസ്സിലാകുന്നില്ലേ അതിനകത്ത് എന്തോ ഉണ്ടെന്ന്? പലപ്പോഴും പ്രിയമുള്ളവരെ, നമുക്ക് അത് കണ്ടെത്താൻ കഴിയുന്നില്ല. അതാണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത്. സ്തോത്രം. കഴുത ചോദിക്കുക, ഇത്രയും കാലം ഞാൻ നിന്നെ സേവിച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഇവൻ ഈ ഒരു പ്രാവശ്യം മാറിയത് ബിലിയാമിന് മനസ്സിലായില്ല. അവൻ അടിയോടടിയാ. സ്തോത്രം. അവസാനം ദൈവം ബിലിയാമിൻ്റെ കണ്ണ് തുറന്നു. വഴിയിൽ നിൽക്കുന്ന ബിലിയാം കഴുതയോട് കഴുത ഇങ്ങനെ തിരിച്ചു വയ്ക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കൈ വാളില്ലാതെ പോയി, അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്തേനെ? കൊന്നു കളഞ്ഞേനെന്നാണ് പറയുന്നത്. ദൂതനെ കണ്ട പാടെ ഇവൻ സാഷ്ടാംഗം വീണു. എന്നിട്ട് ദൂതനോട് ചോദിച്ചു. ദൂതൻ പറഞ്ഞു, ഞാൻ നിനക്ക് പ്രതിയോഗിയായിട്ട് വന്നിരിക്കുക. ഈ കഴുത, ദൂതൻ പറയുന്ന ആ ഒരു സെൻറ്റൻസ് ഉണ്ട് കേട്ടോ. ഈ കഴുത വഴിയിൽ നിന്ന് മാറിയില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. എന്നിട്ട് പറയാ, ഞാൻ ഈ കഴുതയെ രക്ഷിക്കുമായിരുന്നു, ഞാൻ ഈ കഴുതയെ ജീവനോടെ രക്ഷിക്കുമായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഹല്ലേലൂയ. വഴിപിഴച്ചു പോകുന്നവൻ, വഴി തിരിച്ചറിയാതെ പോകുന്നവൻ നേരെ കാത്തിരിക്കുന്ന കഴുതയെ രക്ഷിച്ചിട്ട് ഇവനെ കൊന്നുകളയത്തക്കവണ്ണം എത്രമാത്രം ഘോരമാണ്, ഭീകരമാണ് അവൻ്റെ വഴിവിട്ട യാത്ര എന്നുള്ളത് നാം ചിന്തിക്കണം പ്രിയമുള്ളവരെ. എന്നിട്ട് അവൻ പറയാ, ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. അപ്പം ബിലിയാം ചോദിക്കുന്നു, ഞാൻ പോകാതിരിക്കണോ? അവൻ പറഞ്ഞു, നീ പോണം, പക്ഷേ ഞാൻ പറയുന്നത് പറയാവുള്ളൂ. പ്രിയമുള്ളവരെ, ബിലിയാം പോയി പറയാവുന്നതേ പറഞ്ഞുള്ളൂ. പക്ഷെ അതിൻ്റെ കൂടെ ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞു. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പം പറയുക, ബിലിയാമിൻ്റെ വഴി നടക്കുന്ന ചിലർ നിനക്ക് ചർച്ചിനകത്തുണ്ടെന്ന്. സ്തോത്രം. പ്രവാചകനൊക്കെയാ പ്രിയമുള്ളവരെ, പ്രവാചകനൊക്കെയാ, ദൈവദാസനൊക്കെയാ. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഹി വാസ് നോട്ട് എ മാൻ ഓഫ് ക്വാളിഫിക്കേഷൻ. ഒരു യോഗ്യതയുള്ള ഒരുത്തനായിട്ട് ദൈവത്തിന് അവനെ കാണാൻ കഴിഞ്ഞില്ല. പകരം ഇതിനെ അനുകരിക്കരുതെന്ന് ദൈവം വളരെ കർശനമായി കൽപ്പന കൊടുക്കത്തക്കവണ്ണം അവൻ ഒരു റോങ് എക്സാമ്പിളായിട്ട് തീർന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ റോങ് എക്സാമ്പിളായി തീരരുത്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിവേചിക്കുന്നവരായിരിക്കണം.
ദൈവത്തിൻ്റെ പ്രവർത്തികളെ വിവേചിക്കുന്നവരായിരിക്കണം. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ ദൈവം പല മുഖാന്തരങ്ങളിലൂടെ, പല ഇടപാടുകളിലൂടെ ദൈവം അവരെ തന്നിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും തിരിച്ചറിയാൻ കഴിയാതെ ഇസ്രായേൽ ജനത തകർന്നുപോയി. ഇത് പകൽക്കാലം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഒന്ന് വിവേചിക്കുവാൻ, അവരെന്തുകൊണ്ട് ചിലത് നമ്മുടെ ജീവിതം, അത് നന്മ നടന്നാലും ചിന്തിക്കണം, തിന്മ നടന്നാലും ചിന്തിക്കണം, അടി കിട്ടുമ്പോഴും ചിന്തിക്കണം, നല്ല കഥ കേൾക്കുമ്പോഴും ചിന്തിക്കണം. ഉദാഹരണം, നാഥാൻ ആൻഡ് ഡേവിഡ്, നാഥാനും ദാവീദും. നല്ല കഥയാണ്. അവസാനം നല്ല നീതിമാനായ രാജാവായിട്ട് എഴുന്നേറ്റെന്ന് പറയാം, അവനെ കൊന്നു കളയണമെന്ന്. ഉണ്ടോ എൻ്റെ കൂടെ? നല്ല കേൾക്കാൻ ഇമ്പമുള്ള, നിൻ്റെ നീതി ഒന്നും കൂടെ പ്രവർത്തിച്ച് കാണിക്കാൻ പറ്റുന്ന കഥയൊക്കെ കേട്ടെന്നിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? യു ഹാവ് ടു കം ബാക്ക്, നീ മടങ്ങി വരണം. അതുകൊണ്ട് പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിവേചിക്കണം. ഇതിന് നേരെ കടന്നു വരുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ ദൈവം നിന്നോട് ഇടപെട്ട മേഖലകളിൽ, കുഞ്ഞെ ഇത് നിനക്ക് ശരിയല്ല, ഇത് നിനക്ക് ചേരത്തില്ല, ഇതൊരു ദൈവ പൈതലിന് കൊള്ളാത്തതാണെന്ന് ദൈവം എത്രയോ വട്ടം ഇടപെട്ടിട്ടും അതിനെ ഒന്നും വിവേചിക്കാൻ നിൽക്കാതെ സ്വന്തം വഴികളിൽ പോയി സ്വന്തം ഇഷ്ടങ്ങൾ പ്രവർത്തിച്ച് സ്വന്തം ആലോചനയ്ക്കനുസരിച്ച് നടന്നിട്ട് യാതൊരു മാനസാന്തരവും മനസ്താപവും ഇല്ലാതെ, പശ്ചാത്താപ ബോധമില്ലാതെ, ഒരണുവിട അനങ്ങാത്ത മനസ്സുമായി ഇതിനു നേരെ ഇന്ന് പകൽക്കാലം നാം നമ്മുടെ കരങ്ങളെ നീട്ടുന്നെങ്കിൽ ഭയപ്പെടണം. സ്തോത്രം. അതുകൊണ്ട് വളരെ താഴ്മയോടെ സ്വയം പരിശോധിച്ചൊന്ന് വിവേചിച്ചറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ? ദൈവ കർത്താവിൻ്റെ മേശയ്ക്ക് മുൻപിൽ നമ്മുടെ കരങ്ങളെ നീട്ടുവാൻ. എല്ലാ കാര്യങ്ങളിലും നമുക്ക് അവൻ്റെ പ്രവൃത്തികളെ ഒന്നുകൂടെ ശോധന ചെയ്യാം. 7 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. എന്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവ തന്റെ ജനത്തിന്റെ ബലമാകുന്നു, തന്റെ അഭിഷിക്തന് അവൻ രക്ഷ. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാണ്. എൻ്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു. പ്രിയമുള്ളവരെ, എനിക്ക് സഹായവും ലഭിച്ചു എന്ന് പറയുക. പാസ്റ്റ് ടെൻസ്. 6-ാമത്തെ വാക്യം വായിക്കുമ്പം നമ്മളിവിടെ കാണുന്നു, യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ പരിശോധിച്ച്, നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ യാചനകളുടെ ശബ്ദം കേൾക്കുന്നു. നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം. നമുക്ക് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഉല്ലാസം ഉണ്ടായിരിക്കണം. സ്തോത്രം. ദൈവം ചെയ്ത പ്രവൃത്തികളെ ഓർത്ത് സന്തോഷിക്കാൻ കഴിയണം. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ആലോചിക്കുന്നതിന് പകരം മറ്റു പലതിനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയതയെ അത് ബാധിക്കും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർത്ത് നമുക്ക് ഉല്ലസിക്കാം.